ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പം നമ്മളുള്ളത് നമ്മളെ പട്ടായയിലെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായ സാങ്ച്വറി ഓഫ് ട്രൂത്തിലാണ്. അടിപൊളി സ്ഥലമാണ്. ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾ മണി ഹേസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോക്കിയോ പ്രൊഫസറിനെ മീറ്റ് ചെയ്യുന്ന ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റിലും അകത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ നമുക്ക് ഇവർ ഈ ഹെൽമെറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഇംഗ്ലീഷ് ഗൈഡും ഉണ്ട്. അപ്പോൾ അവർ ഈ കംപ്ലീറ്റ് ഈ സ്ട്രക്ചറിനെ കുറിച്ച് ഈ മ്യൂസിയം അപ്പോൾ ഈ കംപ്ലീറ്റ് സ്ട്രക്ചറിനെ കുറിച്ചിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. എന്തിനാണ് ഇതിന് സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ടൈഗർ പാർക്ക് ഇറങ്ങിയ നമ്മളെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായ സാങ്ച്വറി ഓഫ് ട്രൂത്തിനടുത്ത് എത്താനായി. ഇവിടുത്തെ ടിക്കറ്റ് നമ്മൾ തലേ ദിവസം തന്നെ ക്ലൂക്ക് വഴി ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ നമ്മൾ അവരുടെ കൗണ്ടറിൽ പോയിട്ട് നമ്മളെ ബുക്കിംഗ് ഡീറ്റെയിൽസ് കൊടുത്താൽ അവിടെയുള്ള എൻട്രി ടിക്കറ്റ് നമുക്ക് അവിടുന്ന് അവർ അപ്പം തന്നെ തരുന്നതായിരിക്കും. അവരുടെ സ്റ്റാഫ് തന്നെ നമുക്ക് കയ്യിൽ എല്ലാവർക്കും ഒരു റിസ്റ്റ് ബാൻഡ് ഒട്ടിച്ചു തന്നു. അതാണ് നമ്മുടെ എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ, നമ്മുടെ ടിക്കറ്റ് ഉള്ളതാന്നുള്ളത്. അതിന്റെ കൂടെ തന്നെ അവർ അതിന്റെ ഒരു മാപ്പും കൂടെ നമ്മുടെ കയ്യിലേക്ക് തരുന്നുണ്ട്. ഈ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും അതിൽ. അത്യാവശ്യം വലിയൊരു കോമ്പൗണ്ടാണ്. അപ്പോൾ നമ്മൾ എൻട്രി ഗേറ്റിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ കാർഡിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കിക്കൊണ്ട് അങ്ങോട്ട് നടന്നു. ഈ സ്ട്രക്ചറിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇവിടെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ പേപ്പറിലുള്ളത്. അങ്ങനെ നടന്ന് നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്തെത്തി. നമ്മൾ ദൂരെ നിന്ന് ഇങ്ങനെ സാങ്ച്വറി ഓഫ് ട്രൂത്ത് ഇങ്ങനെ കാണാൻ തുടങ്ങി. ഇത് കാണുമ്പോൾ തന്നെ എനിക്കൊരു അതിശയമായിരുന്നു. കാരണം ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ ഞാനിങ്ങനെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അത് കാണാൻ നല്ല അടിപൊളിയാണ്. നിങ്ങൾ ഇവിടെ മേലെ നിന്ന് കാണുമ്പം ഒരു കാടിനകത്ത് ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്ന ഒരു ബിൽഡിംഗ് പോലെ, ബിൽഡിംഗ് മീൻസ് ഒരു മ്യൂസിയം പോലെ അതിങ്ങനെ നിൽക്കുന്നുണ്ട്. കാണാൻ നല്ല അടിപൊളി ഒരു വിഷ്വലാണ് ഇത്. അടിപൊളിയാന്നൊക്കെ പറഞ്ഞ് നിങ്ങളേക്ക് നമ്മളെന്താ അങ്ങോട്ട് പോകാതെ ഇവിടെ ഇരുന്ന് ജ്യൂസ് കുടിക്കുന്നല്ലേ? സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ഗൈഡ് വരാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ഇംഗ്ലീഷ് ഗൈഡ് വരാൻ വേണ്ടി ഒരു അരമണിക്കൂറാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വെച്ച് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കാന്ന്. കാരണം ഉച്ചക്ക് നമ്മൾ വേറെ ഒന്നും കഴിച്ചില്ല. എങ്ങനെയുണ്ട്? തേങ്ങ ചരണ്ടലിൽ ബിസിയാണ്. എങ്ങനെയുണ്ട്? റിവ്യൂ പറ. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിയുമ്പോഴേക്കും ഇംഗ്ലീഷ് ഗൈഡ് വന്നിട്ടുണ്ട്. അപ്പൊ അവർ ഈ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. കുറച്ചാളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. അതും അയാൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷെ എല്ലാവരും ഈഗർലി വെയിറ്റിംഗ് ആയിട്ടുള്ളത് താഴത്തേക്ക് പോവുക, ഈ മ്യൂസിയം കാണുക, ഇതിന്റെ അകത്തുനിന്നുള്ളത് കാണുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർ പോവാത്തത് എന്നറിയില്ല താഴത്തേക്ക്. അതുപോലെ തന്നെ ഹെൽമെറ്റ് ഒക്കെ തരുന്നു പറഞ്ഞു. ഇതുവരെ തന്നിട്ടില്ല ഹെൽമെറ്റ്. അതിനകത്ത് നമ്മൾ മാൻഡേറ്റ് ആയിട്ട് ഇടണം എന്ന് അവർ പറഞ്ഞിരുന്നു. അവിടെ വർക്ക് നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഫൈനലി നമ്മൾ താഴത്തേക്ക് ഇറങ്ങി തുടങ്ങി. ഒരു സ്റ്റെപ്പ് വഴി നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോകണം. ഇപ്പം നമ്മളെ കൂടെ എടുത്ത് വേറെയൊരു ഗൈഡാണ്. അവർ മുന്നിലുണ്ട്. ഇനിയിപ്പോൾ താഴെ ഇറങ്ങിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങി പോകണം. മഴയൊക്കെ പെയ്തുകൊണ്ടെന്ന് തോന്നുന്നു ചെറിയ രീതിയിൽ സ്ലിപ്പൊക്കെ ആവുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങുന്നതാണ്. ശരിക്കും പറയുന്നത് എല്ലാവരും ഈഗർലി വെയിറ്റിംഗ് ആണ് ആ സ്ട്രക്ചർ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടുന്ന് ഹെൽമെറ്റ് കൊടുക്കുന്നൊക്കെ ഇതിൻ്റെ താഴെയുണ്ട്. നോർമലി നമ്മൾ വർക്ക് സൈറ്റിലേക്ക് ആൾക്കാർ ഇടുന്ന പോലത്തെ ഒരു ഹെൽമെറ്റ് ഇവിടുന്ന് തരുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ കൊടുക്കണം എന്ന് അവർ ഇവിടുന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ഹെൽമെറ്റ് കളക്ട് ചെയ്തു. എല്ലാവരും ഹെൽമെറ്റൊക്കെ ഇട്ടു. പക്ഷേ അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് അവർ അസൈൻ ചെയ്ത ഗൈഡ് ഒരു ലേഡിയാണ്. അവർ നമ്മളെ കൂടെ വരുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ട് നമ്മളെല്ലാവരും അവരെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഇനി ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ട്, ഒരു പാലം. ആ പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ട്രക്ചറിൻ്റെ ഏറ്റവും അടുത്തെത്തും. അവിടെ ഇതിൻ്റെ കുറച്ച് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ വർക്ക്ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ. വർക്ക് എന്ന് പറയാൻ നമ്മൾ കാണുന്നത് ഈ കൊത്തുപണികളാണ്. പല രൂപങ്ങളും, എനിക്ക് തോന്നുന്നു എന്താ പറയുക, പല ദൈവങ്ങളുടെയൊക്കെ രൂപങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ കാണുന്നില്ലേ, അതുപോലത്തെ കുറേ വർക്കുകളൊക്കെ ഇവരോട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെയുള്ള പല ഡിസൈനുകൾ ഇവരോട് ചെയ്തിട്ടുണ്ട്. ഈ തായ് സ്റ്റൈലിലൊക്കെയുള്ള പല രൂപങ്ങളൊക്കെ ഇവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് ഫിനിഷായിട്ട് ഇവർക്ക് ഈ മ്യൂസിയത്തിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡിസൈനുകളൊക്കെ. You are also allowed to do that. Okay, it's for free. Later after the tour.
For the main part, let's proceed to the next part here. Okay, that's for everyone. അടുത്തത് അവർ നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത് ഈ മ്യൂസിയത്തിന്റെ 1:10 റേഷ്യോയിലുള്ള സെയിം സ്ട്രക്ചർ ആണ്. അത് അകത്ത് എങ്ങനെയാണുള്ളത് അതേ ഡിസൈനാണ് അവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിന്റെ ഒരു മിനിയേച്ചർ രൂപം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ. That we are using inside and outside of the museum. So this is the wooden pin and the wooden wedge. We interlock this one together, and this is originally used as a nail inside and outside of the museum. All right? And this is only one piece of wood. And the other side is a carving. അപ്പോൾ ഇപ്പോൾ ഇവരുടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇവർ ഈ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിച്ച ലോക്കുകളാണ്. മരത്തിനെ കൊണ്ട് തന്നെ പലതരം ലോക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ ഇതിനകത്ത് ഇവർ ആണികളൊന്നും യൂസ് ചെയ്തിട്ടില്ല. എല്ലാം മരത്തിനെ കൊണ്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഇവർ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കാണുന്ന മിനിയേച്ചറിന്റെ ഒറിജിനൽ സൈസിലുള്ള മ്യൂസിയമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് സാഞ്ചുറി ഓഫ് ട്രൂത്ത് 1981 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെയും വർക്ക് തീരാതെയുള്ള ഒരു മ്യൂസിയം ആണിത് തായ്ലൻഡിലുള്ളത്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് വുഡ് വെച്ചിട്ടാണ്. മരം മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ ഒരു സാധനം ഇതിലില്ല. അപ്പൊ ഇതിന്റെ അകത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആദ്യം തന്നെ ചാടിക്കേരി അകത്ത് പോവാന്ന് വിചാരിച്ചപ്പോൾ പറ്റിയില്ല. കാരണം ഇതിന്റെ പുറത്ത് തന്നെ കുറെ കാര്യങ്ങൾ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് നമുക്ക് ഇതിനെന്തോ ഒരു 7 ട്രൂത്തുകളുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു തുടങ്ങി. ദൂരെ നിന്ന് ലേസർ അടിച്ചുകൊണ്ട് ഓരോ രൂപത്തിനെ മാർക്ക് ചെയ്തിട്ട് ഇവർ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് അകത്ത് കയറാൻ പറ്റിയില്ല. പുറത്തുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് നമ്മളിപ്പോൾ ആദ്യം തന്നെ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഈ സ്ട്രക്ചറിന് ഹിന്ദു മതം അതുപോലെ ബുദ്ധമതം അതുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്നും അവരിവിടുന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനിലൊക്കെ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇവിടെ മരമല്ലാത്തതായിട്ട് ഞാൻ കണ്ടത്, അതായത് ഇവിടെ നമ്മൾ ഈ കയറുന്ന സ്റ്റെപ്പിന്റെ സൈഡിലായിട്ട് തന്നെ ഒരു ചെറിയൊരു ലിഫ്റ്റ് ഉണ്ട്. ആ ലിഫ്റ്റിന്റെ ചെയിന് മാത്രമാണ് മരമല്ലാതെ കണ്ടത്. ലിഫ്റ്റ് വരെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വുഡ് വെച്ചിട്ട് തന്നെയാണ്. അതിന്റെ ചെയിന് മാത്രമാണ് നോർമലി നമുക്കറിയാലോ അത് ഇരുമ്പിൻ്റെതാണ്. പിന്നെ ഇതിന്റെ അകത്തുള്ള സ്ട്രക്ചർ അവർ ഓരോന്നോരോന്നായിട്ട് വീണ്ടും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു തുടങ്ങി. കംപ്ലീറ്റ് കൊത്തുപണികളാണ്. പല രൂപങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ റൂഫ് എല്ലാം നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇതിന്റെ പണി തീരാത്തതെന്നുള്ളത്. കാരണം അത്രയും വർക്ക് ഇതിന്റെ അകത്തുണ്ട്. ഇപ്പോഴും ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ നടക്കുന്നതിൻ്റെയൊക്കെ മുകളിലായിട്ട് പലരും ഹൈറ്റിൽ നിന്നിട്ടൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവർ ഈ പറയുന്ന 7 ട്രൂത്തുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒന്നാമതായിട്ട് പറഞ്ഞത് ഹു ആർ വി, വേർ ആർ വി ഫ്രം, നമ്മൾ ആരാന്ന്, നമ്മൾ എവിടുന്ന് വരുന്നു. രണ്ടാമത്തെ ട്രൂത്ത് എന്ന് പറയുന്നത് ഹൗ ഡു വി ലിവ് അവർ ലൈഫ്, അതായത് നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെ ജീവിക്കുന്നു. മൂന്നാമത്തെ ട്രൂത്ത് എന്ന് പറയുന്നത് ദ എൻഡ് ഓഫ് ലൈഫ്, അതായത് ജീവിതത്തിന്റെ അവസാനം. നാലാമത്തെ ട്രൂത്ത് എന്ന് പറയുന്നത് സാമ്പിൾസ് ഓഫ് സിവിലൈസേഷൻ, അതായത് സിവിലൈസേഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അഞ്ചാമത്തെ ട്രൂത്ത് എന്ന് പറയുന്നത് വാട്ട് ഈസ് എ ലൈഫ് ഗോൾ, അതായത് ഒരു ജീവിതത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്നുള്ളത്. ആറാമത്തെ ട്രൂത്ത് എന്ന് പറയുന്നത് സൊസൈറ്റി ഈസ് ലൈക്ക് എ 2-sided കോയിൻ, അതായത് നമ്മുടെ സൊസൈറ്റി ഒരു കോയിന്റെ 2 സൈഡ് പോലെയാണ്. നല്ലതും ഉണ്ടാവും മോശവും ഉണ്ടാവും. പിന്നെ അവസാനത്തെ ട്രൂത്ത്, അത് ഏഴാമത്തെ ട്രൂത്ത് എന്ന് പറയുന്നത് ദ ബിഗിനിങ് ഓഫ് സൊസൈറ്റി, അതായത് ഒരു ഫാമിലിനെ കുറിച്ചിട്ടാണ് അവരതിൽ പറയുന്നത്. ഈ 7 ട്രൂത്തിനും അവര് ഓരോ കൊത്തുപണികളുടെ രൂപം നമുക്ക് കാണിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ അതിന്റെ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, പട്ടായ പോകുന്ന ആൾക്കാർ എന്തുകൊണ്ടും മിസ് ചെയ്യാതെ പോകേണ്ട ഒരു പ്ലേസ് ആണ് ഈ സാഞ്ചുറി ഓഫ് ട്രൂത്ത്. കാണാൻ നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതിന്റെ പണി ഇപ്പൊ അടുത്തൊന്നും തീരൂലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവർ ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന പലതരം ഡിസൈനുകളായിട്ട്. ചിലപ്പോൾ അത് അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും എന്തായാലും നിർബന്ധമായിട്ടും പോകുമ്പോൾ ഇതൊന്ന് കാണുക. പിന്നെ അതല്ലാതെ ഇതിന്റെ കൂടെ ഇവിടെ പറയട്ടെ എന്താ പറയുക, എലിഫന്റ് റൈഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നാൽ അതും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പൊ റീമോ, സാഞ്ചുറി ഓഫ് ട്രൂത്ത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പ്ലാൻ എന്നാ? ഇന്നത്തെ ഡേ ഇനി നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമ്മളെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോകണം. അതുപോലെ തന്നെ നമ്മളെ ബിഗ് ബുദ്ധ
അഥവാ ടൈം ഇല്ലെങ്കിൽ നമ്മൾ ബിഗ് ബുദ്ധ നാളെ രാവിലെ പോകാന്നുള്ളതാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ രാത്രി വാക്കിംഗ് സ്ട്രീറ്റും ഓഫ് കോഴ്സ് അറിയാലോ, പട്ടായ വന്നു കഴിഞ്ഞാൽ നൈറ്റ് മാർക്കറ്റ് അതൊക്കെ എന്തായാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകും. എങ്ങനെയുണ്ട് തായ്ലൻഡിലെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അല്ലോ? ഡ്രൈവിങ് കുഴപ്പമില്ല, നല്ല ഇതാണ്. കാരണം നല്ല റോഡാണ്, നമുക്ക് നല്ല സ്പീഡിൽ പോവാം. 8 വരി പാത, ഒരു സൈഡിൽ 4 ഒരു സൈഡിൽ 4. പക്ഷെ കൂടുതലും ടോളുള്ള റോഡുകൾ നമ്മൾ മാപ്പ് ഇപ്പോൾ ഇട്ടാൽ അറിയാതെ ടോളുള്ള റോഡിൽ നമ്മൾ കയറിപ്പോ. അപ്പോൾ അതെല്ലാം 2 പ്രാവശ്യം നമുക്ക് പണി കിട്ടിയിട്ടുണ്ട് ടോൾ റോഡിൽ. നല്ലൊരു എമൗണ്ട് നമ്മൾ ടോളിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് മാപ്പിൽ, ഗൂഗിൾ മാപ്പിൽ പ്രത്യേകം ടോൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ തായ് കോസ്റ്റ്യൂമിൽ ഡ്രസ്സൊക്കെ ഇട്ട് ഇതിന്റെ അകത്തുനിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും. അഡീഷണൽ ചാർജ് ആണ് അതിനൊക്കെ. ഇതിന്റെ ടൈമിങ്സ് വരുന്നത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ. പിന്നെ ഒരു 6:00 വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് രാത്രി 8:30 വരെയും കണ്ട് നൈറ്റ്. അത് ടിക്കറ്റ് റേറ്റ് രണ്ടും 2 അതുകൊണ്ട്. അപ്പോൾ നമ്മളെ സാഞ്ചുറി ഓഫ് ട്രൂത്തിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകുന്നതാണ്.